Welcome to BSc Main Physics Semester 6, Paper 4, Digital Electronics and Computer Science, 51st lecture, C++ Programming. And today's topic is passing arrays to functions in C++. Passing arrays to functions in C++. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ ടോപ്പിക്ക് C++ലെ പാസിംഗ് അറേസ് ടു ഫങ്ഷൻസിന് ഈ അറേസ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ടോപ്പിക്കാണ്. സെമിസ്റ്റർ 6 പേപ്പർ 4 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് 51th lecture. So we can see passing arrays to a function in C++ programming. What is it? In this tutorial, in this class, we will learn how to pass a single dimensional and a multi-dimensional array as a function parameter in C++ with the help of examples. അപ്പോൾ എങ്ങനെ ഈ ഒരു അറേ നമ്മൾ ഈ C++ ഫംഗ്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിൻ്റെ കേസാണ് പാസിംഗ് ഓഫ് അറേ ആണ്. എങ്ങനെ ചെയ്യാൻ സാധിക്കും അതാണ്. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനിലേക്ക് അറേ എങ്ങനെ പാസ് ചെയ്യും, അവിടെ നിന്ന് എങ്ങനെ റിട്രീവ് ചെയ്യും, വീണ്ടും തിരിച്ച് അങ്ങനെ എടുക്കും. അത്തരം ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള അറേയും ഫംഗ്ഷൻ ഒന്ന് വായിക്കണം. C++ അറേയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അതുപോലെ തന്നെ C++ ഫംഗ്ഷനും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അത് രണ്ടത് വായിക്കണം. ഇൻ C++ we can pass arrays as an argument to a function and also we can return arrays from a function. In C++ we can pass arrays as an argument to a function. ഒരു ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് അറേസിനെ കൊടുക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ വി ക്യാൻ റിട്ടേൺ, നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാം അറേസ് ഫ്രം ദി ഫംഗ്ഷനിൽ നിന്ന് അറേയെ നമുക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം. ബിഫോർ വി ലേൺ about passing arrays as a function argument, make sure you know about C++ arrays and C++ function. അതൊരു ഡയറക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഈ പാസിംഗ് അറേസ് ടു ഫംഗ്ഷൻ മനസ്സിലാക്കണമെങ്കിൽ C++ അറേ എന്താണ്, C++ ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അത് അവരുടെ ഒരിക്കൽ കൂടി നിങ്ങൾ പുറകോട്ട് പോയി വായിക്കുക. നമ്മൾ നേരത്തെ എഴുതിയ നോട്ട് ആ C++ അറേയും അതുപോലെ C++ ഫംഗ്ഷനും ഒന്ന് പുറകോട്ട് പോയി വായിക്കുക. അത് രണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പാസിംഗ് അറേസ് ടു ഫംഗ്ഷൻ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം സിൻറ്റാക്സ് ആണ്. സിൻറ്റാക്സ് പാസിംഗ് അറേസ് ആസ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്. എങ്ങനെയാണ് ഈ പാസിംഗ് അറേസ് ആസ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ആർഗ്യുമെൻ്റായിട്ട് ചെയ്യുന്നത്? അതിന് സിൻറ്റാക്സ് എന്നാണ്. എന്താണ് ദ സിൻറ്റാക്സ് ഫോർ പാസിംഗ് ആൻ അറേ ടു ഫംഗ്ഷൻ ഈസ് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരന്തസിസ്, ഡേറ്റ ടൈപ്പ്, അറേ നെയിം. അറേ എപ്പോഴും നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കേട്ടോ, സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ സിംപ്ലി ബ്രാക്കറ്റിനകത്താണ് കൊടുക്കുന്നത്. അറേ സൈസ്, പാരന്തസിസ് ക്ലോസ്ഡ്, ഓപ്പണിംഗ് ബ്രേസ്, കോഡ് ക്ലോസിംഗ് ബ്രേസ്. അപ്പം അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് സിൻറ്റാക്സ്. ലെറ്റ് us see an example. നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാം. ഇതൊരു എക്സാമ്പിളായിട്ട് ഇരിക്കുന്നുണ്ട്. ഇൻറ്റ് ടോട്ടൽ പാരന്തസിസ് ഇൻറ്റ് മാർക്സ് അറേ 5 പാരന്തസിസ് ഓപ്പണിംഗ് ബ്രേസ് കോഡ് ക്ലോസിംഗ് ബ്രേസ്. ഇതാണ് ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഒരു ടോട്ടൽ എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്, മാർക്സ് മറ്റൊരു വേരിയബിൾ ഉണ്ട്, രണ്ട് ഇൻറ്റ് ടൈപ്പാണ്. ഹിയർ വി ഹാവ് പാസ്ഡ് ആൻഡ് ഇൻറ്റ് ടൈപ്പ് അറേ. ഇൻറ്റ് ടൈപ്പ് അറേയാണ് കേട്ടോ. ആ ബ്രാക്കറ്റിനകത്ത് കാണുന്ന അറേ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റാണ് കാണിക്കുന്നത്. ഹിയർ വി ഹാവ് പാസ്ഡ് ആൻ ഇൻറ്റ് ടൈപ്പ് അറേ നെയിംഡ് മാർക്സ് ഉണ്ടോ, മാർക്സ് ആണ് അറേ, ടു ദ ഫംഗ്ഷൻ ടോട്ടൽ പാരന്തസിസ്. ഇൻറ്റ് ടോട്ടൽ പാരന്തസിസ് അത് ഫംഗ്ഷൻ ടോട്ടൽ പാരന്തസിസ്. ദ സൈസ് ഓഫ് ദി അറേ ഈസ് 5. അറേയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, സൈസ് എന്താണ്, അത് അറേയുടെ നമ്മൾ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നമ്മൾ കൊടുക്കുകയാണ്. എക്സാമ്പിൾ പാസിംഗ് 1 dimensional അറേ ടു എ ഫംഗ്ഷൻ. ഒരു 1 dimensional അറേ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആദ്യം കമൻ്റാണ്. പ്രോഗ്രാമിൻ്റെ ബോഡിയിൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ വരുന്നതല്ല, നമുക്ക് ഈ റീഡറിന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ. // C++ program to
ഡിസ്പ്ലേ മാർക്സ് 5 സ്റ്റുഡൻസ്. 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള C++ പ്രോഗ്രാം ആണ് പറയുന്നത്. ഹാഷ് ഇൻക്ലൂഡ് IOStream using namespace standard semicolon / declare function to display marks. Again, take a one-dimensional array, 1D array as parameter. 1D array ആണ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്. void display int int m മാർക്കാണ് കേട്ടോ. അത് ഒരു ഡബിൾ ബ്രാക്കറ്റ് 5 parenthesis closed opening brace cout ഔട്ട്പുട്ട് ഫംഗ്ഷൻ cout ഇൻസർഷൻ ഓപ്പറേറ്റർ ഡബിൾ സ്ഥാൻ displaying marks quotation closed ഡബിൾ സ്ഥാൻ end line സെമിക്കോളൻ. അതൊക്കെ അറിയാലോ, എൻഡ് ലൈൻ ന്യൂ ലൈനൊക്കെ അറിയാലോ നിങ്ങൾക്ക്. ഡിസ്പ്ലേ മാർക്ക്, പിന്നെ ഇൻസർഷൻ ഓപ്പറേറ്റർ ഡബിൾ ലെസ് സൈൻ, പിന്നെ പെർസെൻറ്റ്, പിന്നെ / ഡിസ്പ്ലേ അറേ എലമെൻറ്റ്സ് 4 ഇൻറ്റ് parenthesis int I equal to assign 0 സെമിക്കോളൻ I less than 5 5 മാർക്കാണുള്ളത് ലെസ് ദാൻ 5 സെമിക്കോളൻ ++I parenthesis closed opening brace cout less than quotation student quotation closed less than I +1 less than quotation closed semicolon quotation closed less than m inside square bracket I less than end L semicolon. Program continues. ക്ലോസിംഗ് ബ്രേസ് 2 ഓപ്പണിംഗ് ബ്രേസ് നമുക്ക് മുകളിൽ ഉണ്ടല്ലോ, 2 ഓപ്പണിംഗ് ബ്രേസ്. ആ 2 ഓപ്പണിംഗ് ബ്രേസ് കിടപ്പുണ്ട് ഇവിടെ, അത് 2 ക്ലോസ് ചെയ്യണം. 2 ക്ലോസിംഗ് ബ്രേസ് ഇതൊക്കെ കാണുന്ന 2 എണ്ണം. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബ്രേസ് ഇട്ടാൽ ഒരു ക്ലോസിംഗ് ബ്രേസ് ഇട്ടുണ്ട് ഇതിൽ. ഇൻറ്റ് മെയിൻ പാരന്തസിസ് എഗൈൻ ഓപ്പണിംഗ് ബ്രേസ്, നമ്മുടെ ഒരു കമൻറ്റ് / declare and initialize an array. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റ് മാർക്സ് കൊടുക്കുകയാണ്, അറേ കൊടുക്കുക. ഇൻറ്റ് മാർക്സ് 5, 5 കുട്ടികളുടെ മാർക്ക് കൊടുക്കുകയാണ്. ബ്രേസ് 88 76 90 61 69 ക്ലോസിംഗ് ബ്രേസ് സെമിക്കോളൻ. അഗൈൻ കമൻറ്റ് call display function pass array as argument display parenthesis marks semicolon return 0 semicolon closing brace. അപ്പോൾ ഇതാണ് അതിൻ്റെ സാമ്പിൾ പ്രോഗ്രാം. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ മാർക്സ് സ്റ്റുഡൻറ്റ് 1 88 student 2 76 student 3 90 student 4 61 student 5 69. അപ്പോൾ ഇവിടെ എന്താണ് മീൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആ പ്രോഗ്രാമിലെ ഓരോ ടേമും മീൻ ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ഹിയർ നമ്പർ 1 when we call a function by passing an array as the argument, only the name of the array is used. When we call a function by passing an array as the argument, only the name of the function is called. For display marks, അതാണ് marks ആണ് name of the function. പിന്നെ here the argument marks represent the memory address of the first element of array. marks 5 array marks 5 ആണ്, അതിൽ ഫസ്റ്റ് എലമെൻ്റ് ആണ് ഇവിടെ കോൾ ചെയ്യുന്നത്. However, notice the parameter of the display parenthesis function void display int m5.
Here we use the full declaration of the array in the function parameter, including the square braces. Array representation is square braces, square brackets. The function parameter in the M5 also converts int star m semicolon. This points to the same address. This points to the same address pointed by the array marks. This means that when we manipulate M5, array 5, in the function body, we are actually manipulating original array marks. That you read once again. The function parameter in the M5 converts into star m semicolon. This points to the same address pointed by the array marks. This means that when we manipulate M5 in the function body, we are actually manipulating the original array marks. C++ handles passing an array to a function in this way to save memory time. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു array C++ ഒരു array ഒരു ഫംഗ്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് മെമ്മറി ടൈം ലാഭിക്കാം. ഇനി C++ റിട്ടേണിങ് ആൻ array ഫ്രം എ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാസിംഗ് ആണ്. array എങ്ങനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ഫംഗ്ഷനിൽ നിന്ന് array എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നത് നോക്കാം. We can also return an array from the function. However, the actual array is not returned. Instead, the address of the first element of the array is returned with the help of pointers. അപ്പോൾ റിട്ടേൺ ചെയ്യാനായിട്ട് നമുക്ക് പോയിന്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പോയിന്റേഴ്സാണ് നമ്മൾ ഈ പഠിക്കുന്നത്. We can also return an array from the function. However, the actual array is not returned. Instead, the address of the first element of the array is returned with the help of pointers. അപ്പോൾ പോയിന്റേഴ്സ് നമുക്ക് ഉടനെ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ എഴുതുന്നത്. എക്സ്പ്ലെയിൻ പാസിംഗ് ഓഫ് array to a function in C++. അപ്പോൾ മുകളിൽ കാണുന്നതിൻ്റെ ആൻസേഴ്സ്. ഇത് സിൻടാക്സ് ഫോർ പാസിംഗ് array ആസ് എ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്. നമ്മൾ ആ സിൻടാക്സ് എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു പഠിച്ചാൽ മതി. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ പാസിംഗ് എ വൺ ഡയമെൻഷണൽ array ടു എ ഫംഗ്ഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ മാർക്സിൻ്റെ ആ പ്രോഗ്രാം, എക്സാമ്പിൾ പ്രോഗ്രാം, അതങ്ങോട്ട് പഠിച്ചാൽ മതി. That is all with your 50 word lecture. We continue the class. Thank you.